ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. ഇന്നത്തെ വീഡിയോ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഹാപ്പിനെസ്സും ഒക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. മെയിൻ കാരണം ഞങ്ങൾ നാട്ടിൽ പോകുന്നതുകൊണ്ടാണ്. അപ്പം നാട്ടിൽ പോകാമെന്ന് പറയുമ്പോൾ നമ്മളെ മൈൻഡിലേക്ക് ഫസ്റ്റ് വരൽ തന്നെ ഷോപ്പിംഗ് ആണ്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് വാങ്ങാനുണ്ടായത് അബായാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞാലും അത് അബായ തന്നെയാണ്. എല്ലാ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാലും എനിക്ക് അബായ ഇട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു കംഫർട്ട് എനിക്ക് വേറെ ഏതിലും കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ പോയത് സൂക്ക് വാക്കിഫിലേക്കാണ്. അവിടെ അത്യാവശ്യം ഷോപ്സ് ഉണ്ടാവും. നമ്മളെ ഇങ്ങനെ വിളിച്ച് കയറ്റുന്നുണ്ടാവും ഷോപ്പിലേക്ക്. അപ്പോൾ നമ്മൾ കയറി കഴിഞ്ഞിട്ട് കുറച്ച് ബാർഗെയിനെല്ലാം ആക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളി അബായാസ് നല്ല അഫോർഡബിൾ പ്രൈസിന് നമുക്ക് കിട്ടും. അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടിയ പോലത്തെ പർദ്ദ അവിടെ കെട്ടിക്കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പോൾ ഇപ്പം ക്ലൈമറ്റ് എല്ലാം നല്ല അടിപൊളി ക്ലൈമറ്റാണ് എടുത്തത്. ചൂടെല്ലാം കുറഞ്ഞിട്ടുണ്ട്, നല്ല കുറവുണ്ട് ചൂട്. പിന്നെ തണുപ്പ് സ്റ്റാർട്ടായിട്ടുമില്ല. ഇനിയിപ്പോൾ തണുപ്പ് സ്റ്റാർട്ടായാലും ഇവിടുത്തെ ക്ലൈമറ്റ് അറിയാമല്ലോ, നമുക്കൊന്നും പുറത്തിറങ്ങാൻ കഴിയില്ല, ഭയങ്കര തണുപ്പ് കൂടും. അപ്പോൾ ഈ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഔട്ടിങ്ങിനെല്ലാം പറ്റിയ നല്ല അടിപൊളി ക്ലൈമറ്റാണ്. അങ്ങനെ നെക്സ്റ്റ് ഡേ ആയപ്പം നമ്മൾ പിന്നെയും പർച്ചേസിന് ഇറങ്ങി. നമ്മൾ ലാസ്റ്റ് മൊമെൻ്റാണ് പർച്ചേസ് ചെയ്യാൻ ഇറങ്ങിയത്. കുറേ ഒന്നും വാങ്ങണ്ടെന്ന് വിചാരിച്ചെങ്കിലും പിള്ളേരുണ്ടാകുമ്പോൾ ഇങ്ങനെ അത്യാവശ്യമുള്ള ഡ്രസ്സെല്ലാം വാങ്ങിയില്ലെങ്കിൽ എന്തായാലും ശരിയാവില്ല. ഇങ്ങനെ ഒരു ദിവസം തന്നെ 2-3 ഡ്രസ്സെല്ലാം മാറിയിട്ട് ഇടുമ്പോൾ എത്ര ഡ്രസ്സ് ഉണ്ടെങ്കിലും പിള്ളേർക്ക് മതിയാവില്ല. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ലുലുവിൽ ഒന്ന് കയറിയാണ്. അവിടെ ഓഫറെല്ലാം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വലിയ എനിക്ക് കിട്ടിയിട്ടൊന്നും ഇല്ല. പിന്നെ ഒന്ന് മാക്സിലും കൂടി കയറിയിട്ടുണ്ടായിന്. അപ്പോൾ ആടുന്നാന്ന് ഞാൻ കൂടുതലും ഷോപ്പ് ചെയ്യൽ. അപ്പം എനിക്ക് ആടുന്നാന്ന് ഈ പിള്ളേർക്കുള്ള ഡ്രസ്സെല്ലാം കിട്ടൽ. പിന്നെ കുറച്ച് സ്വീറ്റ്സ് വാങ്ങാനുണ്ടായിന്. അപ്പോൾ നംഷി സ്വീറ്റ്സ് വാങ്ങുന്ന ടൈമിൽ ഞാൻ കുനാഫൻ്റെ എല്ലാം ഒരു സെക്ഷൻ കണ്ടിട്ട് ജസ്റ്റ് അതിൽ നോക്കിയാന്ന്. അപ്പോൾ ഈശ എല്ലാം വാങ്ങുന്നതെന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട് കാട്ടിലിടുന്നുണ്ടായിന്. ഞാനതൊന്നും വാങ്ങിയിട്ട് ഓള് ജസ്റ്റ് അങ്ങോട്ട് പോയപ്പോൾ എല്ലാം കൊണ്ടുപോയിട്ട് തിരിച്ച് വെച്ചാന്ന്. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോൾ നല്ലോണം വിശക്കുന്നുണ്ടായിന്. അപ്പോൾ ഫുഡിൻ്റെ കൗണ്ടറിൽ പോയപ്പോൾ ഫുഡെല്ലാം തീരാനായിട്ടുണ്ടായിന്. നല്ല ലേറ്റ് ആയിട്ടുണ്ടായിന്. പിന്നെ വേറെ വഴിയില്ലാതെ കുറേ ഫ്രഷ് ജ്യൂസ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ അവിടുന്ന് മറ്റേ ടെൻഡർ കോക്കനട്ടിൻ്റെ ഒരു ഷേക്കും വാങ്ങിച്ചുകൊണ്ട് പോയാന്ന്. അപ്പോൾ അത്യാവശ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും വിശക്കുന്നതുകൊണ്ട് അതൊന്ന് ലെവലാക്കി. പിന്നെ പോകുമ്പോൾ പിസ്സ വാങ്ങിയിട്ടുണ്ടായിന്. അത് കഴിച്ചിട്ട് രാത്രി കിടന്നുറങ്ങി. പിന്നെ പിറ്റേ ദിവസം ബാക്കി പണിയാണ്. അപ്പോൾ അന്നത്തെ ദിവസം ഇഷക്ക് സ്കൂളുള്ളൊരു ദിവസമാണ്. ഓളെ ലാസ്റ്റ് ഡേ ആണ് സ്കൂളിൽ. പിന്നെ അതാ ഓരെന്നെ കുറച്ച് ചെരുപ്പും ഷൂസെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാണ്ടായിന്. അതിനുശേഷം ഞാൻ വീണ്ടും ഓളെ സ്കൂളിലേക്കുള്ള പ്രിപ്പറേഷൻസ് ആക്കി. എന്താ വെച്ചെങ്കിൽ ഓളെ സ്കൂളിലേക്ക് എന്ന് വെച്ചാൽ ലഞ്ച് കഴിഞ്ഞ് സ്കൂളിൽ പോകണം, ഓളൊപ്പം തന്നെ വേണം, നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഞാൻ വേറെ ഒന്നും ഉണ്ടാക്കാൻ പോയി. അവിടെ ഇങ്ങനെ നേന്ത്രപ്പയെല്ലാം ഉണ്ടായിന്. അപ്പോൾ അതിന് തന്നെ ജസ്റ്റ് ഒന്ന് നെയ്യിലിട്ടിട്ട് എടുക്കാമെന്ന് വിചാരിച്ച്. മറ്റേ നമ്മൾ സാധാരണ ചെയ്യലോ, നെയ്യിലിട്ടിട്ട് ഷുഗറും കാഷ്യൂസെല്ലാം ഇട്ടിട്ട്. അപ്പോൾ ചില ദിവസങ്ങളിൽ ഒക്കെ നല്ല ഇഷ്ടമുണ്ടാവും അത് കഴിക്കാൻ, ചില ദിവസങ്ങളിൽ വലിയ ഇങ്ങനെ കാര്യമായിട്ട് കഴിക്കൊന്നുമില്ല. അപ്പോൾ എന്തായാലും എനിക്ക് ഈ ഫ്രൂട്ട്സ് എല്ലാം ഇവിടെ തീർക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉള്ള നേന്ത്രം കായ എടുത്തിട്ട് ഫുൾ ഓൾക്ക് കായ് വാട്ടി ഉണ്ടാക്കിയെടുത്തതാണ്. പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ഓൾ അത് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ തലേദിവസത്തെ പിസ്സ എന്തെങ്കിലും ഉണ്ടായിന്. അപ്പോൾ അതിനെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഒക്കെ കൊടുത്ത് പിന്നെ ഒരു എഗ്ഗും കൂടി ബോയിലാക്കിയിട്ട് കൊടുത്തിന്. അത് കഴിച്ചിട്ട് അതിനടന്നെ സൈഡ് വെച്ചിന്. പിന്നെ പിള്ളേർക്ക് എന്തായാലും അൺഹെൽത്തി ഫുഡിനോടായിരിക്കുമല്ലോ ക്രേസ്. അപ്പോൾ ഇത് ഞാൻ പറയുന്നൊന്നല്ല കൊടുക്കാൻ വേണ്ടിയിട്ട്, എനിക്ക് ഈ ഒരു സമയത്തൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടായിട്ട് അത്രയും ബിസി ആയിന്. അങ്ങനെ ഉള്ളത് വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഒക്കെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാക്കി കൊടുത്തത്. ആ ഒരു ടൈമിൽ സായിക്ക് ഞാൻ പിസ്സ കൊടുത്തിട്ടുണ്ടായിന്. അതിൻ്റെ ഒപ്പം വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് ഒരു ഗ്ലാസ് വെള്ളവും കൊടുത്തു. ഈ പിസ്സയും വെള്ളം എല്ലാം മിക്സ് ആക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിന്. എനിക്ക് പിസ്സ ആണെങ്കിൽ കളയാനും മനസ്സിരുന്നില്ല. അങ്ങനെ പിന്നെ ഒരു സ്ട്രെയിനറിലെല്ലാം എടുത്തിട്ട് അതിനെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിന്. പിന്നെ ഞാനൊരു പാനിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ട് അതിനെ കഴിച്ചിന്, കളഞ്ഞിട്ടൊന്നുമില്ല. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിന്. അതിൻ്റെ ബേസ് എല്ലാം ഇങ്ങനെ വെള്ളം കയറിയിട്ട് നല്ല സോഫ്റ്റ് ക്രസ്റ്റ് ആയിട്ടുണ്ടായിന്. അത് കഴിക്കാനും നല്ല ഉണ്ടായിന്. അങ്ങനെ ആ ടൈമിൽ നമ്മൾ പഴംവാട്ടിയെല്ലാം റെഡി ആയിട്ടുണ്ടായിന്. പിന്നെ ഇയാളെ ടിഫിനിലേക്ക് ഞാനെല്ലാം ഇട്ട് കൊടുത്ത്. അപ്പോൾ ഇത് മാത്രമല്ല, അതിൻ്റെ ഒപ്പം ഞാൻ കുറച്ച് ക്യാരറ്റ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ കഴിക്കും, ചിലപ്പോൾ കഴിക്കില്ല. ചിലപ്പോൾ തിരിച്ച് വരുന്ന സമയത്തെല്ലാം വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് വണ്ടിയിലെടുത്തിട്ട് കഴിക്കും. പക്ഷേ എന്ത് ചെയ്തിന്, ഈ ക്യാരറ്റ് മാത്രം കഴിച്ചിന്, മറ്റേ സൈഡ് തുറന്ന് നോക്കിയിട്ട് പോലും ഇല്ല. ഇഷ്ടപ്പെട്ടിട്ടാന്ന് പറഞ്ഞ് വന്നിട്ട് എന്നിട്ട് വൈകുന്നേരം വന്നിട്ട് കഴിക്കുന്നുണ്ടായിന് അതിനെടുത്തിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഓള് സ്കൂളിൽ പോയി കഴിഞ്ഞിട്ട് വേണം എനിക്ക് എൻ്റെ ബാക്കിയുള്ള ക്ലീനിങ്ങും പണിയെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സായി ആണെങ്കിൽ എന്നെ കഷ്ടപ്പെട്ട് ഹെൽപ്പ് ചെയ്ത് ബുദ്ധിമുട്ടാക്കുന്നുണ്ടായിന്.
അങ്ങനെ ഞാൻ പിന്നെ ഫ്രിഡ്ജിലുള്ള കുറച്ച് സംഭവങ്ങളെല്ലാം തീർക്കാമെന്ന് വിചാരിച്ച്. എന്താ വെച്ചെങ്കിൽ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രിഡ്ജ് തുറക്കാൻ കഴിയാല്ല ഈ ഫ്രിഡ്ജിലുള്ള സാധനമെല്ലാം വെച്ചിട്ട് പോയെങ്കിൽ. അങ്ങനെ പിന്നെ ലഞ്ചിന് വേണ്ടിയിട്ട് പിന്നെ കുക്ക് ചെയ്യാൻ പോയെങ്കിൽ കുറേ ടൈം എടുക്കും ചോറും കറിയെല്ലാം ഉണ്ടാക്കാൻ. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് അന്നത്തെ ഒരു ദിവസം ഞാൻ തള്ളി നീക്കി. പിന്നെ അതേ ഗ്യാപ്പിൽ ഞാൻ ഫ്രിഡ്ജെല്ലാം ഒന്ന് ക്ലീൻ ആക്കി. ഡീപ്പ് ക്ലീനൊന്നുമല്ല, ഡീപ്പ് ക്ലീനൊന്നും ആക്കിയിട്ടാണ് കുറച്ച് ദിവസം മുന്നേ ആക്കിയതുകൊണ്ട് വലിയ ക്ലീൻ ചെയ്യാനുണ്ടായിട്ട. അത്യാവശ്യമുള്ള സംഭവങ്ങളെല്ലാം വേണ്ടാത്തുള്ളത് കളയാനുള്ളത് എടുക്കാനുണ്ടായിന്. പിന്നെ അതാ സായി ഉറങ്ങിക്കഴിഞ്ഞിട്ടാകുമ്പോഴേക്കാണ് പിന്നെ എൻ്റെ ബാക്കിയുള്ള പണിയെല്ലാം ഒന്ന് ഞാൻ ലെവലാക്കി കഴിഞ്ഞത്. പിന്നെ അത്യാവശ്യം എല്ലാം ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞിട്ടായിട്ട് പിന്നെ കുറച്ച് പാക്കിങ് ഉണ്ടായിന്. അങ്ങനെ ഡ്രസ്സും സംഭവങ്ങളെല്ലാം ഞാൻ പാക്ക് ചെയ്ത് വെച്ച്. കുറച്ച് ഡേയ്സായി ഇഷൻ്റെ സായിൻ്റെ ഹെയർ കട്ട് ആക്കണമെന്ന് വിചാരിക്കുന്നത്. പക്ഷേ എനിക്ക് ടൈമേ കിട്ടിയിട്ട. എന്നിട്ട് ലാസ്റ്റ് മൊമെൻ്റ് ആകുമ്പോൾ ഞാൻ പോയിട്ട് ഹെയർ കട്ട് ചെയ്തത്. അപ്പം ഞാൻ പോയിട്ടുണ്ടായിന് മറ്റേ ആർ.ജെ. സൂരജിൻ്റെ ഒരു വൈഫിൻ്റെ സലൂൺ ഉണ്ടല്ലോ, അപ്പോൾ അടുത്തേക്കാണ് ഞാൻ പോയത്. നല്ല ഉണ്ടായിരുന്നു അവിടെ, നല്ല സർവീസ് ആയിട്ടുണ്ടായിരുന്നു. ഓളെ ഹെയർ കട്ട് ആണെങ്കിലും നല്ല ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ഓളെ ഹെയർ ഷോർട്ട് ആക്കലാണ്. ഈ ഒരു പ്രാവശ്യം ഞാൻ ജസ്റ്റ് ലെയർ കട്ട് ആക്കിയിട്ട് ട്രൈ ആക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നല്ല ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്ത സലൂണിൽ ഓരോ പറയുന്നുണ്ടായിരുന്നു ഓൾ ഇരുന്ന് തരുന്നേ ഇല്ല, എടുക്കാൻ നല്ല കഷ്ടമാണ്. എനിക്കറിയാം ഓളത്ര ഈസി അല്ല മാനേജ് ആക്കാനൊന്ന്. അപ്പോൾ അതാ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതിൻ്റെ ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്.